ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ തനിക്കെതിരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരണവുമായി ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. തനിക്ക് നേരെയുണ്ടായ ആക്രമണം ജനങ്ങളെ സേവിക്കുവാനുള്ള ദൃഢനിശ്ചയത്തിനെതിരെയുള്ള ഭീരുത്വപരമായ ശ്രമമായിരുന്നുവെന്നും ആ ശ്രമമൊന്നും തന്നെ തകർക്കില്ലെന്നും രേഖ ഗുപ്ത മാധ്യമങ്ങളോട് പറഞ്ഞു. ആക്രമണത്തിന് ശേഷമുള്ള തന്റെ ആദ്യ പ്രതികരണത്തിൽ ജനസമ്പർക്ക പരിപാടി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. പൊതുചർച്ചയ്ക്കിടെ ഉണ്ടായ ആക്രമണം തനിക്ക് നേരെ മാത്രമായിരുന്നില്ല. ഡൽഹിയെ സേവിക്കാനും പൊതുജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള എന്റെ ദൃഢനിശ്ചയത്തിന് നേരെയുള്ള ഭീരുത്വം നിറഞ്ഞ ആക്രമണം കൂടിയായിരുന്നു. ഇനി ഞാൻ മുൻപത്തേക്കാളും കൂടുതൽ ഊർജത്തോടെ നിങ്ങൾക്കൊപ്പമുണ്ടാകും. പൊതുജനങ്ങളെ കേൾക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലും മുൻപത്തെ പോലെ തന്നെ ഗൗരവത്തോടെ പ്രതിബദ്ധതയോടെയും തുടരും. നിങ്ങളുടെ വിശ്വാസവും പിന്തുണയുമാണ് എന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് രേഖ ഗുപ്ത എക്സിൽ കുറിച്ചു. സുഖം പ്രാപിച്ചെന്നും ഉടൻ ജോലിയിൽ തിരിച്ചെത്തുമെന്നും അവർ വ്യക്തമാക്കി. ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ രാജേഷ് സക്കറിയയാണ് രേഖ ഗുപ്തയെ ആക്രമിച്ചത്. പരാതി നൽകാനെന്ന വ്യാജനെ അടുത്തെത്തിയതിനു ശേഷമാണ് ഇയാൾ മുഖ്യമന്ത്രിയുടെ കരണത്ത് അടിക്കുകയും മുടി പിടിച്ചു വലിക്കുകയും ചെയ്തത്. സംഭവത്തിൽ രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയെ ആക്രമിച്ച ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയായ രാജേഷ് സക്കറിയ നായസ്നേഹിയാണെന്ന് ഇയാളുടെ മാതാവ് ബാനു. തെരുവ് നായ്ക്കൾക്ക് ഷെൽട്ടർ ഒരുക്കുന്നതായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയിൽ രാജേഷ് അസ്വസ്ഥനായിരുന്നുവെന്നും രാജേഷിന്റെ അമ്മ പറഞ്ഞു. പോലീസ് കസ്റ്റഡിയിലെടുത്ത രാജേഷിനെ ചോദ്യം ചെയ്തു വരികയാണ്. എന്റെ മകന് നായകളെ വലിയ ഇഷ്ടമാണ്. ഡൽഹി NCRലെ തെരുവു നായകളെ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റാനുള്ള സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അവൻ അസ്വസ്ഥനായിരുന്നു. അധികം വൈകാതെ ഡൽഹിയിലേക്ക് പോയി. അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നും ബാനു പറഞ്ഞു. ബന്ധുവിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സഹായം തേടിയാണ് രാജേഷ് പൊതുയോഗത്തിനെത്തിയതെന്നും ചില റിപ്പോർട്ടുകളുണ്ട്.